Dear students, welcome to Learner's World. In this video, I am going to talk about solved textual questions and activities. Part 1, Dreams Realized. Unit 2, Winds of Change. 9th Standard English, New Textbook, Kerala Syllabus. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തുള്ള ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സുമാണ് ഡിസ്കസ് ചെയ്യുന്നത്. വൈ ഡു യു തിങ്ക് ഗാന്ധിജി വാസ് കൺസിഡേർഡ് ദ സ്പിരിച്വൽ അംബാസഡർ ഓഫ് ഇന്ത്യ? എന്തുകൊണ്ടാണ് ഗാന്ധിജിനെ ഇന്ത്യയുടെ സ്പിരിച്വൽ അംബാസഡറായിട്ട് കൺസിഡർ ചെയ്യുന്നത്, പരിഗണിക്കുന്നത് എന്തുകൊണ്ടാണ്? Gandhiji was considered as the spiritual ambassador of India because he brought hope to the West and he helped a war-tired Europe. His teachings on non-violence and truth inspired many people. അപ്പോൾ ഗാന്ധിജിനെ ഇന്ത്യയുടെ സ്പിരിച്വൽ അംബാസഡറായിട്ട് കൺസിഡർ ചെയ്യാനുള്ള കാരണം അദ്ദേഹം വെസ്റ്റിന് ഒരു പ്രതീക്ഷ നൽകിയിട്ടുണ്ട്, വെസ്റ്റിലേക്കൊരു പ്രതീക്ഷ കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ യുദ്ധവുമായിട്ട് നിരന്തരമായിട്ടുള്ള യുദ്ധത്തിൽ ക്ഷീണിതനായിട്ടുള്ള യൂറോപ്പിനെ വളരെയധികം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതുപോലെ അദ്ദേഹത്തിൻ്റെ നോൺ വയലൻസ്, ടീച്ചിങ്സ് ഓഫ് നോൺ വയലൻസ്, അതുപോലെ അദ്ദേഹത്തിൻ്റെ ട്രൂത്ത്, എന്തിനോടുള്ള അദ്ദേഹത്തിൻ്റെ ആ ഒരു സത്യസന്ധമായിട്ടുള്ള ആ ഒരു അപ്രോച്ച് ഒക്കെ വളരെയധികം ഇൻസ്പയർഡ് ആയിട്ടുണ്ടെന്നാണ് പറയുന്നത്. നെക്സ്റ്റ്, വാട്ട് അക്കോർഡിംഗ് ടു ഗാന്ധിജി ഈസ് ട്രൂ ബ്രേവറി? അപ്പോൾ ഗാന്ധിജിനെ സംബന്ധിച്ചിടത്തോളം എന്താണ് യഥാർത്ഥ ധീരത എന്താണ്? According to Gandhiji, true bravery is not killing or fighting, but to stand the blows of opponent and not to retaliate is a greater form of bravery. ഗാന്ധിജിനെ സംബന്ധിച്ചിടത്തോളം ട്രൂ ബ്രേവറി എന്ന് പറയുന്നത്, യഥാർത്ഥ ധീരത എന്ന് പറയുന്നത് ഒരാളെ കൊല്ലുന്നതോ അല്ലെങ്കിൽ ഒരാളുമായിട്ട് ഫൈറ്റ് ചെയ്യുന്നതോ അല്ല. അതിന് പകരമായിട്ട് തൻ്റെ എതിരാളി നമ്മുടെ മുഖത്തൊന്ന് അടിച്ചാൽ അടിക്കാത്ത, തിരിച്ച് യുദ്ധം ചെയ്യാത്ത ഒരു അഹിംസയിലൂടെ ഉള്ള ഒരു പാതയാണ് ഗാന്ധിജിയെ സംബന്ധിച്ചിടത്തോളം ട്രൂ ബ്രേവറി എന്ന് പറയുന്നത്. വാട്ട് ഈസ് ഗാന്ധിജീസ് വ്യൂ ഓഫ് എഡ്യൂക്കേഷൻ? ഗാന്ധിജീനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ എഡ്യൂക്കേഷനോടുള്ള കാഴ്ചപ്പാട് എന്തായിരുന്നു? ഗാന്ധിജി തോട്ട് റിയൽ എഡ്യൂക്കേഷൻ ഈസ് അബൌട്ട് ബിൽഡിംഗ് ഗുഡ് ക്യാരക്ടർ ആൻഡ് മോറൽ വാല്യൂസ്. റിയൽ എഡ്യൂക്കേഷൻ കൺസിസ്റ്റ് നോട്ട് ഇൻ പാക്കിംഗ് ദ ബ്രെയിൻ വിത്ത് ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ്, നോട്ട് ഇൻ പാസിംഗ് എക്സാമിനേഷൻസ് ബൈ റീഡിംഗ് ന്യൂമറസ് ബുക്സ്. അപ്പോൾ ഗാന്ധിജിനെ സംബന്ധിച്ചിടത്തോളം എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ധാർമ്മികത വളർത്തുക, അതുപോലെ നല്ലൊരു ക്യാരക്ടർ ബിൽഡ് ചെയ്യുക എന്നൊക്കെയാണ് എഡ്യൂക്കേഷൻ കൊണ്ട് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. അല്ലാതെ ഒരു ബുക്ക് വായിച്ചിട്ട് അതിൽ ഫാക്ട്സും ഫിഗേഴ്സും കാണാതെ പഠിച്ച് പരീക്ഷ എഴുതുക എന്നുള്ള ഒരു സിസ്റ്റത്തോട് ഗാന്ധിജി യോജിക്കുന്നില്ല എന്നാണ് പറയുന്നത്. വാട്ട് മെറിറ്റ് ഡിഡ് ഗാന്ധിജി സീ ഇൻ ചാപ്ലിൻ? ചാർലി ചാപ്ലിനിൽ ഗാന്ധിജി കണ്ടിട്ടുള്ള ഒരു അഡ്വാൻറ്റേജ് എന്തായിരുന്നു? ആ ഒരു മെറിറ്റ്, മേന്മ എന്തായിരുന്നു? ഗാന്ധിജി ലൈക്ഡ് ചാപ്ലിൻ ബിക്കോസ് ഹി ലിവ്ഡ് ഫോർ ദ കോമൺ പീപ്പിൾ ആൻഡ് മെയ്ഡ് ദം ലോഫ്. ഹി അപ്രീഷിയേറ്റഡ് ദാറ്റ് ചാപ്ലിൻ ബ്രോട്ട് ലോഫ് ടു മില്യൻസ് ഓഫ് പീപ്പിൾ. അപ്പോൾ ഗാന്ധിജി ചാപ്ലിനിൽ കണ്ടിട്ടുള്ള ആ ഒരു മെറിറ്റ്, ആ ഒരു അഡ്വാൻറ്റേജ്, ആ ഒരു മേന്മ എന്ന് പറയുന്നത്, ചാപ്ലിൻ സാധാരണ ജനങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള ഒരാളാണ്. സാധാരണ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് ആളുകളെ, മില്യൺസ് ഓഫ് പീപ്പിളിനെ ചിരിപ്പിച്ചിട്ടുള്ള ഒരു കോമൺ മാനാണ് ചാപ്ലിൻ. അതുതന്നെയായിരുന്നു ഗാന്ധിജി ചാപ്ലിനിൽ കണ്ടിട്ടുള്ള ഒരു മെറിറ്റ്. വാട്ട് അക്കോർഡിംഗ് ടു ഗാന്ധിജി ആർ ദ ഏരിയാസ് ഇൻ വിച്ച് എ നേഷൻ ഹാസ് ടു ബി സെൽഫ് റിലയൻറ്റ്? ഗാന്ധിജിനെ സംബന്ധിച്ചിടത്തോളം ഏതൊക്കെ ഏരിയയിലാണ് ഒരു രാജ്യം സ്വയം പര്യാപ്തത നേടേണ്ടത് എന്നുള്ളതാണ്. അക്കോർഡിംഗ് ടു ഗാന്ധിജി, എവറി നേഷൻ ഷുഡ് ബി സെൽഫ് റിലയൻറ്റ് ആൻഡ് ഇൻ മേക്കിംഗ് ക്ലോത്ത് ആൻഡ് പ്രൊഡ്യൂസിങ് ഫുഡ്. ഹി വാണ്ടഡ് നേഷൻസ് ടു ടേക്ക് കെയർ ഓഫ് ദെയർ ബേസിക് നീഡ്സ് ബൈ ദംസെൽസ്. അപ്പോൾ ഗാന്ധിജിനെ സംബന്ധിച്ചിടത്തോളം ഓരോ രാജ്യവും സെൽഫ് റിലയൻ്റ് ആയിരിക്കണം, സ്വയം പര്യാപ്തനായിരിക്കണം ക്ലോത്ത് മേക്കിങ്ങിൽ. അതുപോലെ
ഫുഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിൽ, ഭക്ഷണം ഉൽപ്പാദിപ്പിക്കുന്നതിൽ ഒക്കെ സ്വയം പര്യാപ്തത നേടിയിരിക്കണം. അവരുടെ ഓരോ രാജ്യത്തിൻ്റെയും ബേസിക്കായിട്ടുള്ള അടിസ്ഥാനമായിട്ടുള്ള ആവശ്യങ്ങൾ അവർക്ക് തന്നെ നിറവേറ്റാൻ കഴിയണം എന്നാണ് പറയുന്നത്. ഹൗ ഡിഡ് ഗാന്ധിജി കറക്റ്റ് വേരിയസ് നോഷൻസ് അബൌട്ട് ഇന്ത്യൻ വുമൺ? എങ്ങനെയാണ് ഗാന്ധിജി കറക്റ്റ് ചെയ്യാൻ ശ്രമിച്ചത്, ശരിയാക്കാൻ ശ്രമിച്ചത്? ഇന്ത്യൻ വുമണിനെ കുറിച്ചിട്ടുള്ള ഒരുപാട് ഐഡിയാസ്, തെറ്റായിട്ടുള്ള ഐഡിയാസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എങ്ങനെ കറക്റ്റ് ചെയ്യാൻ ശ്രമിച്ചത്? Gandhiji corrected various notions about Indian women by showing how bravely they fought in the freedom struggle. അതായത് ഗാന്ധിജി ഒരു ഇന്ത്യൻ വുമൺ എങ്ങനെയാണ് അവർ ഫ്രീഡം സ്ട്രഗിളിൽ അവരെങ്ങനെയാണ് ഫൈറ്റ് ചെയ്തത്, അവർക്ക് ഫ്രീഡം സ്ട്രഗിളിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോൾ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം കറക്റ്റ് ചെയ്യുന്നത്. They left their homes, they took part in processions, defied the law and bore the lathi blows without raising a finger. അവരുടെ വീട് വിട്ടിറങ്ങി, ഫ്രീഡം സ്ട്രഗിളിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് വീട് വിട്ടിറങ്ങി അവർ പ്രൊസഷൻസ് മീൻസ് ഈ ജാഥകളിലൊക്കെ പങ്കെടുക്കും. പോലീസിൻ്റെ അടുത്തുനിന്ന് ലാത്തി ചാർജിൽ അവർക്ക് ഒരുപാട് സ്ട്രഗിൾ ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. It was not learned women like Sarojini Naidu, but hundreds of unlectured women who had borne lathi blows to the head, pleading profusely, standing unflinchingly, ordering their companions not to move. അപ്പോൾ അവർക്ക് ഒരുപാട് ലാത്തി ചാർജ് കിട്ടുകയും അവരുടെ നെറ്റിയൊക്കെ പൊട്ടി ബ്ലഡ് ഒഴുകുകയൊക്കെ ചെയ്തിട്ടും അവരതിൽ നിന്നും പിന്തിരിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെയുള്ള ഒരുപാട് നോഷൻസ് വെച്ചുകൊണ്ടാണ് അദ്ദേഹം കറക്റ്റ് ചെയ്യാൻ ശ്രമിച്ചത്. നെക്സ്റ്റ് കമൻറ്റ് ഓൺ ദ കോൺട്രിബ്യൂഷൻസ് ഓഫ് ഇന്ത്യൻ വുമൻ ടു ദ ഫ്രീഡം സ്ട്രഗിൾ. ഫ്രീഡം സ്ട്രഗിളിൽ ഇന്ത്യൻ വുമൻ്റെ കോൺട്രിബ്യൂഷൻസ്, സംഭാവനകൾ എന്തൊക്കെയായിരുന്നു? Indian women played a big role in the freedom struggle. They left their homes, joined protests, went to jail and faced police lathi bravely. Their actions showed great courage and commitment. അപ്പോൾ ഇന്ത്യൻ വുമൻ ഫ്രീഡം സ്ട്രഗിളിൽ ഒരു ഇമ്പോർട്ടൻ്റ് റോൾ വഹിക്കുന്നുണ്ട്. അവർ പ്രൊട്ടസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്, അതുമൂലം ജയിലിലായിട്ടുണ്ട്, പോലീസിൻ്റെ ലാത്തി ചാർജിനിരയായിട്ടുണ്ട്. അതൊക്കെ അവർ വളരെ കറേജായിട്ട്, ബ്രേവ്ലി ആയിട്ടാണ് അവർ അതൊക്കെ കമ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നെക്സ്റ്റ്, വാട്ട് ഈസ് ഗാന്ധിജീസ് കോൺസെപ്റ്റ് ഓഫ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ്? ഇന്ത്യൻ ഇൻഡിപെൻഡൻസിനെ കുറിച്ചിട്ട് ഗാന്ധിയുടെ ആശയം എങ്ങനെയായിരുന്നു, എന്തായിരുന്നു? ഗാന്ധി ബിലീവ്ഡ് ദാറ്റ് ഇൻഡിപെൻഡൻസ് ഷുഡ് നോട്ട് ബി എ ഗിഫ്റ്റ് ഫ്രം വൺ നേഷൻ ടു അനദർ. ഗാന്ധി ബിലീവ് ചെയ്തിരുന്നത് സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഒരു രാജ്യം മറ്റൊരു രാജ്യത്തിന് കൊടുക്കുന്ന ഒരു സമ്മാനമല്ല എന്നാണ് അദ്ദേഹം വിശ്വസിക്കുന്നത്. ഇന്ത്യൻസ് ഷുഡ് അച്ചീവ് ഇറ്റ് ദെയർ ഓൺ എഫേർട്സ് ആൻഡ് സാക്രിഫൈസസ്. യു വാണ്ട് ഫ്രീഡം ടു എക്സ്പ്ലോയിറ്റ് അതേഴ്സ് ബട്ട് ടു ട്രൂലി ഗവേൺ ദംസെൽസ്. അപ്പോൾ അദ്ദേഹം വർഷങ്ങളോളം അവർ ചെയ്ത ആ ഒരു എഫേർട്ട്, അവരുടെ ആ ഒരു സാക്രിഫൈസ്, ഇതിൻ്റെയൊക്കെ ഒരു റിസൾട്ടായിട്ട് കിട്ടുന്നതായിരിക്കണം ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്നത്. അതുപോലെ മറ്റൊരു രാജ്യത്തെയോ ഒരു വ്യക്തിയെയോ ചൂഷണം ചെയ്തുകൊണ്ടായിരിക്കരുത് തൻ്റെ രാജ്യത്തിന് ഇൻഡിപെൻഡൻസ്, സ്വാതന്ത്ര്യം കിട്ടേണ്ടതെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഓക്കെ, താങ്ക് യു.